അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാദേവിയുടെ നാമസഹസ്ര പഠനത്തിൻ്റെ അടുത്ത ദലത്തിലേക്ക് സ്വാഗതം. സർവാരുണ എന്ന നാമത്തോടുകൂടി ആണ് ഇന്ന് ആരംഭിക്കുന്നത്. സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത എന്ന നാമം. 2-3 നാമങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പാദം. സർവാരുണ എന്നൊരൊറ്റ വാക്ക്, സർവ അരുണ കൂടിച്ചേർന്ന് സർവാരുണ. പിന്നെ അനവദ്യാംഗി, അനവദ്യാംഗി. ഈ 2 വാക്കുകളും കൂടിച്ചേരുമ്പോഴാണ് സർവാരുണാനവദ്യാംഗി. ശ്രദ്ധിക്കുക, സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത, സർവ ആഭരണഭൂഷിത. ഈ 3 നാമങ്ങളും കൂടിച്ചേർന്ന് ഒരു വരി സൃഷ്ടിക്കപ്പെടുന്നു. സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത. സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത കൂടിച്ചേർന്ന് സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത. ഇനി ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. 3 നാമങ്ങൾ. ഇത് കൂടിച്ചേർന്നതാണ് അടുത്ത ശ്ലോകഭാഗം. ശിവ കാമേശ്വര അംഗസ്ഥ ഒരു നാമം, ഒരു നാമത്തിൻ്റെ വാക്കുകൾ. അത് കൂടിച്ചേർന്ന് ശിവകാമേശ്വര അംഗസ്ഥ എന്നൊരു നാമം. അടുത്തത് ശിവ. ശിവ എന്നുള്ള ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ പദമാണ് ശിവ. സ്വാധീനവല്ലഭ, സ്വാധീനവല്ലഭ കൂടിച്ചേർന്ന് സ്വാധീനവല്ലഭ. അപ്പോൾ ഇവിടെ ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ എന്നാണ് ചൊല്ലേണ്ടത്. സുമേരുമധ്യശൃംഗസ്ഥ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ശ്രീമത്ത് നഗരനായിക കൂടിച്ചേർന്ന് ശ്രീമന്നഗരനായിക. ഈ 2 നാമങ്ങളും കൂടിച്ചേർന്നതാണ് സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക എന്ന വരി ശ്ലോകഭാഗം ഉള്ളത്. ഇനി ചിന്താമണിഗൃഹാന്തസ്ഥ ചിന്താമണിഗൃഹ അന്തസ്ഥ ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മ ആസനസ്ഥിത പഞ്ചബ്രഹ്മാസനസ്ഥിത. 2 നാമങ്ങൾ കൂടിച്ചേർന്ന് ഒരു വരി. ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അടുത്തത് മഹാപദ്മാടവീ സംസ്ഥ മഹാപദ്മാടവീ സംസ്ഥ മഹാപദ്മ അടവീ സംസ്ഥ അഥവാ സംസ്ഥ എന്നൊരു അനുനാസിക ശബ്ദമാണ് അവിടെ
പുറപ്പെടുവിക്കേണ്ടത്. അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥ എന്ന് ചൊല്ലിയാലും വിരോധമില്ല. മഹാപത്മാടവീ സംസ്ഥ, മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി, കദംബവനവാസിനി കൂടിച്ചേർന്ന കദംബവനവാസിനി. ഈ രണ്ട് നാമങ്ങൾ കൂടിച്ചേർന്ന് ഒരു വരിയായി. മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി. അടുത്തത് സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. സുധാസാഗരമധ്യസ്ഥ, സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. മൂന്ന് നാമങ്ങൾ കൂടിച്ചേർന്ന് സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഒന്നിച്ച് ചൊല്ലുമ്പോൾ സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഇനി അടുത്തത് ഒന്നിച്ച് മുറിക്കാതെ ചൊല്ലേണ്ട നാമമാണ്. ദേവഋഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവ. ദേവ ഋഷിഗണ സംഘാത സ്തൂയമാന ആത്മവൈഭവ കൂടിച്ചേർന്ന് ദേവഋഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവഋഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവർഷിഗണ സംഘാത എന്ന് ചൊല്ലുന്നവരും ഉണ്ട്, അങ്ങനെയും ചൊല്ലാം. ദേവഋഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. അടുത്ത നാമവും മുറിക്കാതെ ചൊല്ലേണ്ടതാണ്. ഭണ്ഡാസുരവധോദ്യുക്തശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരവധ ഉദ്യുക്ത ശക്തിസേനാ സമന്വിത കൂടിച്ചേർന്ന് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത എന്ന് ആയിത്തീരുന്നു. അടുത്ത നാമം ശ്രദ്ധിക്കുക. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത എന്ന് ഒറ്റ നാമമാണ്. സമ്പത്കരീ എന്നൊരു നാമം അല്ല. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത എന്ന് രണ്ട് നാമങ്ങളല്ല ആ വരിയിലുള്ളത്, ആ ശ്ലോകഭാഗത്തിലുള്ളത്. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത എന്ന് ഒരു നാമമാണ്. അത് മുറിക്കാതെ കണ്ട് വേണം ചൊല്ലാൻ. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത. ഇതും ഒരു പക്ഷേ കുറേ പേരെങ്കിലും സിന്ദൂര എന്നൊക്കെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. സിന്ധുരവ്രജസേവിത എന്നാണ്. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത എന്നാണ് അവിടെ വാക്ക്. അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. അശ്വാരൂഢ അധിഷ്ഠിത അശ്വകോടികോടിഭി ആവൃത എന്ന വാക്കുകൾ. അശ്വാരൂഢ അധിഷ്ഠിത അശ്വകോടികോടിഭി ആവൃത എന്നാണ് അതിലെ വാക്കുകൾ. അത് കൂടിച്ചേർന്ന് അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത എന്ന് ആയിത്തീരുന്നു. അടുത്ത നാമം ചക്രവാള
ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജ രഥാ ആരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്നൊരൊറ്റ നാമം, അതും മുറിക്കാതെ കണ്ട് വേണം ചൊല്ലാൻ. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്നൊരു നാമം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദലത്തിൽ